എനിക്ക് അധികം സംസാരിക്കാൻ പറ്റുന്നില്ല. സപ്പോർട്ട് ചെയ്തതിന് എല്ലാവരും താങ്ക് യു. സത്യം നമ്മൾ ആ എക്സൈറ്റ്മെന്റിൽ നിന്ന് ഇതുവരെ നമ്മൾ ഇറങ്ങിയിട്ടില്ല. അതാണ് നമുക്കൊന്നും ഒരു വേർഡ്സ് ആക്ട് വരുന്നില്ല. ഒന്ന് കൂൾ ഡൗൺ ആയാലേ സത്യം ചിന്തിക്കാൻ ടൈം കിട്ടിയിട്ടില്ല. നമ്മുടെ 2 വർഷം അല്ലല്ല കൂടെ പഠിച്ചതല്ല, പക്ഷെ എന്റെ ഗാങ്ങിലേ ഉണ്ടായിരുന്ന ആളായിരുന്നു, പണ്ടേ അറിയാം. എല്ലാവരും ഭയങ്കരമായിട്ട് ആഘോഷിച്ച് നടത്തുന്ന സമയത്ത് നിങ്ങൾ ലളിതമായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചടങ്ങ് മാത്രമായിട്ട് മാറ്റിയത്? പണ്ട് മുതലേ എനിക്ക് അതായിരുന്നു ഇഷ്ടം. എനിക്ക് പണ്ട് തൊട്ട് എനിക്ക് വളരെ ഒരു പ്രൈവറ്റായിട്ട് നടത്തണമെന്നായിരുന്നു. എന്നെ ഇഷ്ടമുള്ളവരും എനിക്കിഷ്ടമുള്ളവരും മാത്രം അവിടെ നിന്ന് നമ്മളെ ബ്ലെസ് ചെയ്തിട്ട് പോകണം എന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. അതേപോലെ തന്നെ നടക്കുകയും ചെയ്തു. ബ്യൂട്ടിഫുൾ ആയിരുന്നു മൊത്തം ഇവന്റ്. മാത്രമല്ല വരുന്നവരെ നമുക്ക് എല്ലാവർക്കും എല്ലാവരും അതനുസരിച്ച് നമ്മൾ സ്വീകരിക്കാൻ പറ്റും. ഭക്ഷണത്തിൻ്റെ എവിടെയാണെങ്കിലും കല്യാണത്തിൻ്റെ എവിടെയാണെങ്കിലും ചെറിയ തോതിൽ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കോവിഡ് നമുക്ക് പഠിപ്പിച്ചത് എന്താണ്, ചെറിയ തോതിലും നടത്താൻ പറ്റും. അനാവശ്യ ദൂരത്ത് ഒഴിവാക്കാം. അതുകൊണ്ട് ഇനി എന്താണ് നിങ്ങളുടെ പ്ലാൻ? എന്താണ് ഇവിടെ തന്നെ ഉണ്ടോ അതോ പുറത്തോട്ട് പുറത്താവാൻ? ഇല്ല നമ്മൾ ഇവിടെ തന്നെയാണ്. ഇതുവരെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സസ്പെൻസ് അതെ നമ്മളെല്ലാവരുടെയും അക്കൗണ്ടിലൂടെ നിങ്ങൾക്ക് അറിയാം. ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ പേഷ്യൻസ്. ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു കല്യാണം. അയ്യോ, എന്റെ ഫാമിലി മുഴുവൻ ആർട്ടിസ്റ്റുകളല്ലേ, അത്രയും പേര് പോരെ, അത്രയും പേരെ തിരക്ക് തന്നെ ഇവിടെ ഒരുപാടായി. അതുകൊണ്ടല്ലേ നേരത്തെ പറഞ്ഞൊരു രാഷ്ട്രീയമാണെങ്കിലും നമുക്ക് സിനിമയിലെല്ലാം നല്ല ബന്ധങ്ങളാണ്. എല്ലാവരും നമ്മുടെ സഹോദരങ്ങൾ തുല്യമാണ്. പക്ഷെ അപ്പോൾ വിളിച്ചാൽ നമ്മൾ എല്ലാവരെയും വിളിക്കണം. അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മുടെ ബന്ധുക്കൾ, ഞാനും എൻ്റെ ഭാര്യയൊക്കെ ട്രിവാൻഡ്രത്തുകാരാണ്. എൻ്റെ അച്ഛനും ഇവരൊക്കെ ട്രിവാൻഡ്രമാണ്, അശ്വിൻ്റെ വീട്ടുകാർ. അപ്പോൾ വളരെയധികം ക്രൗഡ്, വിളിച്ചാൽ എല്ലാവരും വരികയും ചെയ്യും. നമുക്കത് എല്ലാവരും അതനുസരിച്ച് നല്ലപോലെ സ്വീകരിക്കുകയും കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും സ്നേഹത്തോടെ പോയി 2 കാര്യങ്ങൾ കൂടി പറഞ്ഞു കൊടുക്കുന്നത്. 1 നന്ദി, 2 കുറച്ച് നേരം കാത്തു നിർത്തി അതിന് ക്ഷമയും ചോദിക്കുന്നു. അവരെല്ലാവരും എത്തിയാണ്. ബിക്കോസ് എല്ലാവരും എത്തി. നമുക്ക് 30-35 പേര് ആക്ച്വലി ഉണ്ടായിരുന്നു റിലേറ്റീവ്സ്. അപ്പോൾ അവരെല്ലാവരും സന്തോഷമാണ്. നമുക്ക് നന്നായി സ്വീകരിക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം എന്തായാലും തിരിച്ചെത്തുമ്പോൾ നമുക്ക് എല്ലാവരുടെ അഭിപ്രായം വീടെത്തുമ്പോൾ നമുക്ക് എല്ലാവരും എൻ്റെ സ്ഥലം തിരുനെല്ലിയാണ്. അംബാസഡർ അല്ല, എനിക്ക് ചേട്ടൻ അല്ല വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യണം. ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഞാൻ ട്രിവാൻഡ്രത്താണ്. ഞാൻ ആക്ച്വലി ഒന്ന് വളർന്നു വർക്ക് ഫ്രം ഹോമാണ്. ഞാൻ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത്. വർക്ക് ഫ്രം ഹോം. ആയിക്കോട്ടെ. താങ്ക് യു സോ മച്ച്. നന്ദി. അല്ലല്ല അവരെടുത്തു കുറച്ച് ബാഗ് കൊടുക്കും. കുറച്ച് കൊണ്ടോട്ട് കയറി ശരി.